ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയപ്പോൾ അവിടുത്തെ മസാലയുടെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെട്ട് വരാൻ കുറച്ച് ദിവസം പിടിച്ചായിരുന്നേ. അത്രയും ദിവസം ഞാനും മക്കളും വളരെ ആർത്തിയോടെ കഴിച്ച ഒരേ ഒരു ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇന്നത്തെ റെസിപ്പി. ദളിയ. നമ്മുടെ സ്വന്തം നുറുക്ക് ഗോതമ്പുകൊണ്ടുള്ള ഒരു ഐറ്റമാണ് അത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്, 3 കപ്പ് പാൽ, 3 കപ്പ് വെള്ളം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് നട്ട്സ് മാത്രം മതി. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് 1 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ അടുപ്പത്തേക്ക് വെക്കാം. 2 കപ്പ് വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കുറുകി വരുമ്പോൾ വീണ്ടും 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇതേസമയം 5 ബദാം ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ഉണക്കമുന്തിരി, കാഷ്നട്ട് ആയാലും മതിയാവും. നുറുക്ക് ഗോതമ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയം 1 കപ്പ് പാലും സ്ലൈസ് ചെയ്ത ബദാമും ഉണക്കമുന്തിരിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. മധുരം പായസത്തിലുള്ളതുപോലെ ഒരുപാടൊന്നും വേണ്ട. പായസം അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏലക്ക ഇതിൽ ചേർത്തിട്ടില്ലേ. സ്വീറ്റ് ദളിയ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ വീണ്ടും നട്ട്സ് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക്